قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ആധുനിക ലോകം മനുഷ്യന് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ലൈഫ് ഈസ് വെരി ഷോർട്ട്, സോ എൻജോയ് മാക്സിമം. അഥവാ ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്, അതുകൊണ്ട് പരമാവധി അത് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ സെലിബ്രേറ്റ് മാക്സിമം, ജീവിതം പരമാവധി ആഘോഷിക്കുക. ഇതാണ് ആധുനിക ലോകം മനുഷ്യന്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പരമാവധി സുഖിക്കുക, പരമാവധി സന്തോഷിക്കുക, പരമാവധി ആനന്ദിക്കുക, പരമാവധി അർമാദിക്കുക, പരമാവധി അടിച്ചു പൊളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒന്നാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ഒരു ധാരണ പൊതുവെ പരന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആളുകളുടെ ജീവിതത്തിൽ ലിബറലിസത്തിന് ശക്തമായ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അഥവാ ലിബറൽ കാഴ്ചപ്പാടുകൾക്ക് പരമാവധി കാര്യങ്ങളൊക്കെ ലിബറലായിരിക്കണം, റെസ്ട്രിക്ഷൻസൊക്കെ പരമാവധി കുറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം റെസ്ട്രിക്ഷൻ അപ്പുറം, നിയന്ത്രണങ്ങൾക്കപ്പുറം പരമാവധി ലിബറലായിരിക്കണം എന്ന കാഴ്ചപ്പാടുകൾക്ക് ആളുകളുടെ ഇടയിൽ ശക്തമായ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് മോങ്ങാൻ നിന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മത പുരോഹിതന്മാരും ആത്മീയ ആചാര്യന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടും ശുഭകരമല്ലാത്ത, ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആളുകളിൽ ദൈവനിഷേധ പ്രവണത വർദ്ധിക്കും എന്നതാണ്. ദൈവത്തെ പരസ്യമായി നിഷേധിച്ചില്ലെങ്കിലും ആളുകൾക്ക് ദൈവത്തോടും മതത്തോടുമൊക്കെയുള്ള താല്പര്യം വല്ലാണ്ട് കുറഞ്ഞു പോകും എന്നതാണ്. അതുപോലെ തന്നെ ദൈവിക മൂല്യങ്ങളായ സത്യസന്ധത, വിശ്വസ്തത, നീതിബോധം, ഇതിനോടൊന്നും ആളുകൾക്ക് വേണ്ടത്ര കൂറില്ലാതാകും. പകരം അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത് സ്വാർത്ഥതയായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയും പണമുണ്ടാക്കണം, എങ്ങനെയും സുഖിക്കണം, എങ്ങനെയും ആഘോഷിക്കണം, എങ്ങനെയും ആനന്ദിക്കണം എന്നതായിരിക്കും പകരം അവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഇത് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ശുഭകരമല്ലാത്ത വാർത്തകൾ എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക ക്രമക്കേടുകളും
ആത്മീയ ആചാര്യന്മാരുമായി ബന്ധപ്പെട്ട ലൈംഗിക ചൂഷണ കഥകളുമാണ് കുറേ നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വാർത്തകളാണ്. ഈ വാർത്തകൾക്കൊരു പഞ്ഞവുമില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടല്ല, എല്ലാ മതസമൂഹവുമായി ബന്ധപ്പെട്ട്, എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത് കേരളത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. അല്ലാതെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല അത്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലൂടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആളുകൾക്ക് മതത്തോടും ദൈവത്തോടൊക്കെയുള്ള താല്പര്യം കുറയുന്നു എന്നതാണ് അതിന് അവസാനമായി ഉണ്ടാകുന്ന ബാക്കിപത്രം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ പരിണിതി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചൊരു മതവുമായി ബന്ധപ്പെട്ടല്ല ഇത് നിൽക്കുന്നത്, എല്ലാ മതസമൂഹങ്ങളിലും ഇതുണ്ട് എന്നതാണ് നമ്മെ അതിശയിപ്പിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളുടെ ദുരൂഹമായ മരണങ്ങൾ, അതുപോലെ തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ട അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ ലൈംഗികമായ ചൂഷണത്തിൻ്റെ കഥകൾ, സാമ്പത്തികമായ ക്രമക്കേടുകളുടെയും അതുപോലെ തന്നെ ഭൂമി ഇടപാടുകളുടെയും കഥകൾ, അതിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ, അതുപോലെ തന്നെ കുർബാന തർക്കങ്ങൾ, പള്ളി കയ്യേറ്റങ്ങൾ, ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരമായിട്ട് പത്രങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചാണെങ്കിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളോ ഉന്നതരായ പണ്ഡിതന്മാരെ കേന്ദ്രീകരിച്ച് ലൈംഗിക ചൂഷണത്തിൻ്റെ കഥകളോ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് പൊതുവിലില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നൊരു കാര്യം, മദ്രസ അധ്യാപകർ അവരുടെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത് എൻ്റെ വാർത്തകൾ ധാരാളം എന്നോണം വരാറുണ്ട്. പലതും പുറത്തു വരുന്നു, പലതും പുറത്തു വരാതെ പോകുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. വിദ്യാർത്ഥിനികളെയും മറ്റു വിദ്യാർത്ഥികളെയും ഒക്കെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന, അതിൻ്റെ പേരിൽ പറഞ്ഞുവിടുന്ന വാർത്തകളൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ മുതിർന്നവരുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഉന്നതരുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ ജോൺസൺ ഐരൂരിൻ്റെ ഭക്തിയും കാമവും എന്ന് പറയുന്ന ഘനമുള്ള ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിനകത്ത് ചരിത്രത്തിൽ ഭക്തിയും കാമവുമായി എങ്ങനെയാണ് അഭിഹിതമായി ബന്ധമുണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ വിശാലമായ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ അത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ജോൺസൺ ഐരൂർ എഴുതിയതാണത്. അതിനകത്ത് മറ്റിതര മതസമൂഹങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം ലൈംഗികമായ ആഭാസങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോഴും അദ്ദേഹത്തിന് ആ പുസ്തകത്തിൽ എവിടെയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഉന്നത കേന്ദ്രങ്ങളോ സ്ഥാപനങ്ങളോ പണ്ഡിതന്മാരോ ആചാര്യന്മാരോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ ലൈംഗിക കേളികളുടെ കഥകളും ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. അപ്പോഴും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ലൈംഗികമായ കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും മറ്റു ചില കാര്യങ്ങളാണ്. പക്ഷെ മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ സംഘടനാപരമായ തർക്കങ്ങളും വിതർക്കങ്ങളും കയ്യേറ്റങ്ങളും, അതുപോലെ തന്നെ ആരോ പറഞ്ഞതുപോലെ വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന സ്വഭാവത്തിൽ സംഘടനാപരമായിട്ടുള്ള വാഗ്വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് മറ്റ് സമൂഹങ്ങളിൽ അത്രയും നമുക്ക് കാണാൻ കഴിയില്ല. ക്രൈസ്തവ സമൂഹത്തിലോ ഹൈന്ദവ സമൂഹത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്, കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് കേരളത്തിലെ വാർത്താമാധ്യമങ്ങളിലെ സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമായ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന സ്വർണ്ണക്കൊള്ളയുടെ കഥകളാണ്. അവിടുത്തെ സന്നിധാനത്തിലെ ശ്രീകോവിലിലെ ദ്വാരപാലകയുടെ ഇരുവശങ്ങളിലുമുള്ള സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയതും, അതുപോലെ തന്നെ ആ ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടിയിലുള്ള സ്വർണം വരെ കടത്തിക്കൊണ്ടുപോയ വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളിലായിട്ട് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കേണ്ടത് യുക്തിവാദികളോ നിരീശ്വരവാദികളോ അല്ല. ഇതൊക്കെ ചെയ്യുന്നത് ഒന്നാന്തരം വിശ്വാസികളാണ്. ഏത് മതവിശ്വാസിയാകട്ടെ ഇതൊക്കെ ചെയ്യുന്നത് വിശ്വാസികളാണ്, നിരീശ്വരവാദികളോ അതല്ലെങ്കിൽ നാസ്തികരോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഇപ്പൊ ഈ ശബരിമലയുടെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളിയുടെ കൊള്ളയും കൊണ്ടുപോക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി മറ്റൊരുപാട് വാർത്തകൾ വേറെ പുറത്തു വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോഴിക്കോട് ബാലുശ്ശേരി പരദേവതാ ക്ഷേത്രത്തിൽ സ്വർണം കാണാനില്ല. നീലേശ്വരം കുന്നത്തുപറമ്പ് ശിവക്ഷേത്രത്തിൽ സ്വർണം കാണാനില്ല. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സ്വർണം കാണാനില്ല. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഗുരുവായൂർ മഹാക്ഷേത്രത്തിലെ ഇത്തരം ആഭരണങ്ങളുടെ ഉരുപ്പടികളുടെ കണക്കുകൾ കൃത്യമല്ല എന്നുവരെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇത് കൊണ്ടുപോയതൊക്കെ ഇവിടുത്തെ നാസ്തികരോ മറ്റൊന്നുമല്ല. ഇതൊക്കെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആരാധനകളൊക്കെ ആത്മീയമായ കേന്ദ്രങ്ങളെയൊക്കെ സമീപിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ്. ഞാനതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്കോ വിശകലനങ്ങളിലേക്കോ കടക്കുന്നില്ല. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി നടക്കുമ്പോൾ, നിരന്തരമായി ഇത്തരം വാർത്തകൾ എല്ലാ മതസമൂഹങ്ങളുടെ ഭാഗത്തു നിന്നും ലൈംഗിക ഗളികളുടെയും സാമ്പത്തികമായ ചൂഷണങ്ങളുടെയും നെറുകേടുകളുടെയും തെമ്മാടിത്തരങ്ങളുടെയും വാർത്തകൾ നിരന്തരമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേട്ടു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരിൽ എന്ത് വിശ്വാസം ഉള്ളത്? അവരിലുള്ളത് ദൈവവിശ്വാസമാണ്. ആ ദൈവവിശ്വാസത്തിന്റെ സ്വഭാവം എന്താ? ആ ദൈവവിശ്വാസത്തിന്റെ സ്വഭാവം പാരമ്പര്യ സ്വഭാവമാണുള്ളത്. നമ്മളെപ്പോഴും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, മുസ്ലിം സമൂഹത്തിലെയും എല്ലാ സമൂഹത്തിലെയും ആളുകൾക്കുള്ള ദൈവവിശ്വാസം എന്ന് പറയുന്നത് പാരമ്പര്യ വിശ്വാസമാണ്. ട്രഡീഷണൽ ബിലീഫ് ഓഫ് ഗോഡ് എന്നാണ് നമ്മൾ പറയുക. ദൈവത്തെക്കുറിച്ചുള്ള പാരമ്പര്യ വിശ്വാസമാണുള്ളത്. ഈ പാരമ്പര്യ വിശ്വാസം പേറി നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇത്തരം വാർത്തകൾ എല്ലാ മതസമൂഹങ്ങളിൽ നിരന്തരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ മനോമണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. കാരണം എന്താണ്? ഈ പറയുന്ന ദൈവത്തിൽ ഇവർക്ക് തന്നെ വലിയ വിശ്വാസമൊന്നുമില്ല, അപ്പൊ ഇതൊന്നും ഉള്ളതൊന്നും ആയിരിക്കില്ല എന്ന ഒരു തോന്നൽ ആളുകളിൽ ഉണ്ടായാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇതൊന്നും ഉള്ളതല്ല. ഇത് ഉള്ളതാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുകൾ ശാന്തിയാണ്. ഈ പറയുന്ന ശബരിമല സന്നിധാനത്തിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് കൂടെ വന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും അടുത്ത ആത്മീയ കേന്ദ്രങ്ങളുമായിട്ട് നിൽക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പ് ഇതൊക്കെ ആണെന്ന് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നെ ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നാസ്തികവാദങ്ങൾക്ക് പൊന്തൂവലായിട്ട് ഇതൊക്കെ മാറുകയും ചെയ്യും. അവർ പറയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഇതൊന്നും ഇല്ലെന്ന്, ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവരിങ്ങനെ കാണിക്കോ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കാനും സ്വാഭാവികമായിട്ട് ചിന്തിക്കാനും സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ രണ്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത്. ഒന്നാമത്തേത്, ഇതുപോലുള്ള മറ്റു പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ ദൈനംദിന ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെയും വിശ്വാസം പാരമ്പര്യ വിശ്വാസമാണ്. പാരമ്പര്യമായി പകർന്നു കിട്ടിയ വിശ്വാസം മാത്രമാണ് നമ്മുടെയൊക്കെ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനും ഇളക്കം തട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇന്ന് ആ സമൂഹത്തിലാണെങ്കിൽ നാളെ മറ്റൊരു സമൂഹത്തിലായിരിക്കും, അതിൻ്റെ പിറ്റേന്ന് മുസ്ലിം സമൂഹത്തിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ പാളം തെറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവവിശ്വാസത്തെ, പാരമ്പര്യമായി പകർന്നു കിട്ടിയ ദൈവവിശ്വാസത്തെ ബുദ്ധിയുടെയും യുക്തിയുടെയും അടിത്തറ കൊണ്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്, ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. യുക്തിഭദ്രമായ വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ബുദ്ധിയുടെ പിൻബലമുള്ള വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ തഫക്കുറും തദബ്ബുറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് ഇസ്ലാം വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല ഒരു വിശ്വാസവും പേറി ഇങ്ങനെ പിന്നെ നടക്കേണ്ട ആളുകളല്ല യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. അത്തരം ഒരു വിശ്വാസവും പേറി നടന്നാൽ ജീവിതത്തിൽ അതിനൊന്നും വലിയ സ്വാധീനം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഒട്ടും സ്വാധീനം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ദൈവവിശ്വാസിയാണെങ്കിൽ അതിന് ബുദ്ധിപരമായ യുക്തിപരമായ ന്യായങ്ങൾ അതിന് നമുക്ക് തന്നെ ഉണ്ടാകണം. മറ്റുള്ളൊരാളെ ബോധ്യപ്പെടുത്താനല്ല, എനിക്ക് തന്നെ എന്നെ ബോധ്യപ്പെടുത്തണമല്ലോ ഇതൊക്കെ സത്യമാണെന്ന്. അപ്പം അതിനുള്ള ബുദ്ധിപരമായ ഇത് നമുക്ക് ആർജിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തഫക്കുറും തദബ്ബുറും ഒക്കെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഖുർആൻ അത് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ ആത്മീയ ആചാര്യന്മാർ അഥവാ പണ്ഡിതന്മാർ, ശാന്തിമാര്, ബിഷപ്പുമാര്, അച്ഛന്മാര്, മൗലവിമാര്, മുസ്ലിയാക്കന്മാര് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ലൈംഗികമായ ചൂഷണത്തിൻ്റെയും നെറുകേടുകളുടെയും തെമ്മാടിത്തരങ്ങളുടെയും ഒക്കെ കഥകൾ പുറത്തു വരുന്നു എന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരാൾക്ക് അള്ളാഹുവിനെ നിഷേധിക്കാനോ ദൈവികമായ മൂല്യങ്ങളെ നിഷേധിക്കാനോ ദൈവത്തെ നിഷേധിക്കാനോ അതൊരിക്കലും യുക്തിപരമായ ന്യായമാവില്ല. ആ പേരിൽ ആളുകൾ നിഷേധിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ യുക്തിപരമായി അതിനകത്തൊരു ന്യായവുമില്ല.
ഇപ്പോൾ ഏതെങ്കിലും മുസ്ലിയാർ അല്ലെങ്കിൽ ഒരു കുറേ മുസ്ലിയാക്കന്മാർ ലൈംഗികമായ ചൂഷണത്തിന് കാരണക്കാരായി മാറി, അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. വേറെ കുറേ ആരാധനാലയങ്ങളിൽ അഥവാ പള്ളികളിൽ അവരുടെ കമ്മിറ്റിക്കാർ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തി, ഇതിനൊരു പക്ഷെ മൗലവിമാർ കൂട്ടുനിന്നു എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടാൽ പോലും അതൊന്നും അള്ളാഹുവിനെ നിഷേധിക്കാനോ ദൈവിക മൂല്യങ്ങളെ നിരാകരിക്കാനോ ഉള്ള ന്യായങ്ങളാവില്ല. അതിന് യുക്തിഭദ്രതയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അടിസ്ഥാനപരമായിട്ട് മൗലികമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടോ ശാന്തിമാർ പറഞ്ഞിട്ടോ ബിഷപ്പുമാർ പറഞ്ഞിട്ടോ മാർപ്പപ്പമാർ പറഞ്ഞിട്ടോ ശേഖുനമാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല. മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. എന്തിനേറെ പ്രവാചകന്മാർ പോലും ഈ ഭൂമുഖത്തേക്ക് വന്നിട്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് പറയാനല്ല അവർ വന്നത്. നിങ്ങൾ ദൈവമുണ്ടെന്ന് അംഗീകരിക്കൂ, നിങ്ങൾ ദൈവവിശ്വാസികളാകൂ എന്ന് പറയാനല്ല സാക്ഷാൽ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങൾ പോലും വന്നത്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥാപിതമായ ചലനത്തിന് പിന്നിൽ, സൂക്ഷ്മമായ ഘടനയ്ക്ക് പിന്നിൽ, വിസ്മയാവഹമായ വലിപ്പത്തിനു പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്ന ഒരു അടിസ്ഥാന ബോധം മനുഷ്യ പ്രകൃതത്തിൽ നിലീനമാണ്, അല്ലെങ്കിൽ അന്തർലീനമാണ്. ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥാപിതത്വത്തിന് പിന്നിൽ, സൂക്ഷ്മമായ ഘടനയ്ക്ക് പിന്നിൽ, സർവോപരി പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന ഒരു അടിസ്ഥാന ബോധം ഉണ്ടല്ലോ. ആ അടിസ്ഥാന ബോധം മനുഷ്യന്റെ പ്രകൃതത്തിൽ അന്തർലീനമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ എല്ലാ സമൂഹങ്ങളിലും ദൈവവിശ്വാസം നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പോലും, ഒരു ചെറിയ കാലഘട്ടത്തിൽ പോലും നാസ്തിക സമൂഹം നിലകൊണ്ടത് ചരിത്രത്തിൽ, അറിയപ്പെട്ട ചരിത്രത്തിൽ എവിടെയുമില്ല. ഒരു ചെറിയ കാലയളവിൽ പോലും ദൈവവിശ്വാസികളല്ലാത്തൊരു സമൂഹം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിൻ്റെ ചരിത്രപരമായ ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാർ വന്നത് ദൈവമുണ്ടോ ഇല്ലേ എന്ന് പറയാനല്ല. ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത് ദൈവമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലല്ല. മനുഷ്യ സമൂഹത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് ദൈവമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലല്ല, മറിച്ച് ദൈവം ഒന്നാണോ അതോ പലതാണോ എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഒന്നാണോ പലതാണോ എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അഥവാ ഏകദൈവത്വമാണോ ശരി, അതോ ത്രിത്വമാണോ ശരി, അതോ ബഹുദൈവത്വമാണോ ശരി എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത്. അഥവാ ദൈവവിശ്വാസത്തിലുള്ള കറക്ഷന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത്, വേദഗ്രന്ഥങ്ങൾ വന്നത്. അല്ലാതെ ദൈവം ഉണ്ടോ ഇല്ലെന്ന് പറയാനല്ല. ദൈവവിശ്വാസത്തിൽ എങ്ങനെയാണ് ശരിയായ ദൈവവിശ്വാസം വെച്ചു പുലർത്തേണ്ടത് എന്ന് പറയാനാണ് പ്രവാചകന്മാർ വന്നത്. ഒരിക്കലും ചരിത്രത്തിൽ ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല, ഒരു വേദഗ്രന്ഥവും വന്നിട്ടില്ല. കാരണം അത് മനുഷ്യന്റെ അടിസ്ഥാന ബോധത്തിലുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടം അഥവാ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം, സങ്കീർണത, ആ സങ്കീർണതയിലുള്ള വ്യവസ്ഥാപിതത്വം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രപഞ്ചം, അതുപോലെ തന്നെ ഇത് ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചിന്ത നടത്തുന്ന ഇവിടെ ആരാ? ഇവിടുത്തെ സിംഹം ദൈവം ഉണ്ടോ ഇല്ല എന്ന് ആലോചിക്കാറില്ല. നമ്മുടെ പട്ടി ദൈവം ഉണ്ടോ ഇല്ലോ എന്ന് ആലോചിക്കാറില്ല. പൂച്ച ദൈവം ഉണ്ടോ ഇല്ല എന്ന് അന്വേഷിക്കാറോ പഠിക്കാറോ ഒന്നുമില്ല. മറിച്ച് ഇതുണ്ടോ ഇല്ല എന്ന് അന്വേഷിക്കുന്നതാരാ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതാരാ? മനുഷ്യരാണ്. ആ മനുഷ്യന്റെ ശരീരഘടനയിലെ സങ്കീർണത, ആ സങ്കീർണതയിൽ കാണുന്ന വ്യവസ്ഥാപിതത്വം. സങ്കീർണമാണ് ശരീരം, സങ്കീർണമാണ് പ്രപഞ്ചം. പക്ഷെ ഈ സങ്കീർണതകളൊക്കെ ഉള്ളപ്പോഴും അതിനൊരു വ്യവസ്ഥാപിതത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വ്യവസ്ഥാപിതത്വം മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന കാര്യം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രീയമായി മനുഷ്യൻ ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടും മുന്നേറിയിട്ടും, വൈജ്ഞാനികമായി മനുഷ്യൻ ഇത്രയേറെ മുന്നേറിയിട്ടും, നാഴികക്ക് 40 വട്ടം ഇവിടുത്തെ നാസ്തികർ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിഹ്നം വിളിച്ചിട്ടും ഇന്നും ഈ ഭൂമി ലോകത്തെ മെജോറിറ്റി ഓഫ് പീപ്പിൾ അഥവാ മനുഷ്യരിൽ അധിക പേരും ദൈവവിശ്വാസം വൈകല്യത്തോടു കൂടിയാണെങ്കിലും ദൈവവിശ്വാസം കൈവിടാതെയും കൈവെടിയാതെയും ഇരിക്കുന്നതിൻ്റെ ലോജിക്ക് അതാണ്. അവൻ്റെ അടിസ്ഥാന പ്രകൃതത്തിലുള്ളതാണ്. വൈജ്ഞാനികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എവിടെ നിൽക്കുന്നത്?
അതിൻ്റെ നെറുകയിലാണ് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ ഓരോ വർഷമല്ല, ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ ഓരോ ദിവസമല്ല, ശാസ്ത്രീയമായിട്ട് മനുഷ്യർ ഓരോ മണിക്കൂറിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരടക്കം എന്തുകൊണ്ടാണ് ദൈവവിശ്വാസം കൈവെടിയാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ അന്തർലീനമായിട്ടുള്ളൊരു ബോധമാണ്. വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം കറക്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിരന്തരമായിട്ട് നമ്മൾ ഈ മിമ്പറിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പാരമ്പര്യ വിശ്വാസം കൊണ്ട് കാര്യമായ ഫലമുണ്ടാകാൻ പോകുന്നില്ല. നമ്മളൊക്കെ വെച്ച് പുലർത്തുന്നത് പാരമ്പര്യ വിശ്വാസമാണ്. നമ്മൾ മുസ്ലിം ആയത് പാരമ്പര്യമായിട്ടാണ്, അല്ലാതെ മതം പഠിച്ചിട്ടൊന്നും നമ്മൾ മുസ്ലിം ആയതല്ല. ഇവിടുത്തെ ഹിന്ദുക്കളായത് എങ്ങനെയാണോ, ഇവിടുത്തെ ക്രിസ്ത്യാനികളായത് എങ്ങനെയാണോ, അങ്ങനെ തന്നെയാണ് നമ്മൾ മുസ്ലിം ആയിട്ടുള്ളത്. സവിശേഷമായി ഒരു പാഠത്തിൻ്റെയോ പഠനത്തിൻ്റെയോ അന്വേഷണത്തിൻ്റെയോ വിചിന്തനത്തിൻ്റെയോ പരിചിന്തനത്തിൻ്റെയോ ഭാഗമായിട്ട് നമ്മളാരും മുസ്ലിം ആയതല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മളുടെ ദൈവവിശ്വാസം, നമ്മളുടെ പരലോക വിശ്വാസം ഒക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്, സാമ്പ്രദായികമായിട്ട് കിട്ടിയതാണ്. അതിന് മനുഷ്യ ജീവിതത്തിൽ നിർണായകമായ ഘട്ടങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിന് ബുദ്ധിപരമായ അടിത്തറ വേണം, നമ്മുടെ വിശ്വാസത്തിന് യുക്തിപരമായ അടിത്തറ വേണം. അതുകൊണ്ടാണ് ഇസ്ലാം, വിശുദ്ധ ഖുർആൻ നിരന്തരമായിട്ട് ആലോചിക്കാനും ചിന്തിക്കാനും ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഈ ലോകത്ത് വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ ഏതെടുത്ത് നിങ്ങൾ പരിശോധിച്ചോളൂ, അവിടെ ഒന്നും നമുക്ക് എന്ത് കാണാൻ കഴിയില്ല? വിശ്വാസികളോട് ഇന്നിന്ന കാര്യങ്ങൾ വിശ്വസിക്കുവീൻ എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ എന്തേ ആലോചിക്കാത്തത് എന്ന ഒരു ചോദ്യം ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ചിന്തിക്കാത്തവരെ അപലപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊക്കെ കാണാൻ കഴിയുന്ന ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്, നിങ്ങൾ എന്തേ ആലോചിക്കാത്തത്, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അഫലാ യഅഖിലൂൻ, നിങ്ങൾ എന്തേ ബുദ്ധി ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്തവരെ അതിശക്തമായി കുറ്റപ്പെടുത്തുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന ദവാബി അൻദല്ലാഹി സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. 8-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 22-ാമത്തെ വചനമാണ്. ഇന്ന ദവാബി, അഥവാ ജീവിവർഗങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായത്, ആലോചിക്കാതെ ചിന്തിക്കാതെ ബധിരരും മൂകരുമായിട്ടിരിക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിൽ പറയുന്നു. എന്തിനാണ് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്? കാരണം ബുദ്ധിയുടെ അടിത്തറയോടുകൂടിയുള്ള ദൈവവിശ്വാസമാണ് വെച്ചു പുലർത്തേണ്ടത് എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു. കാരണം ഇസ്ലാം ഒരു വ്യക്തിയിൽ നിന്ന് സത്യസന്ധതയും വിശ്വസ്തതയും നീതിബോധവുമുള്ള ജീവിതമാണ് ആവശ്യപ്പെടുന്നത്. ആ ജീവിതം ഒരു വിശ്വാസിക്ക് സമൂഹത്തിനും ദൈവത്തിനും സമ്മാനിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തെ ദൈവവിശ്വാസം ശക്തമായി സ്വാധീനിക്കേണ്ടതുണ്ട്. അതിന് പാരമ്പര്യ വിശ്വാസം കൊണ്ട് സാധ്യമാവില്ല. അതിന് വിശ്വാസത്തിന് യുക്തിപരമായ അടിത്തറ വേണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ബുദ്ധിമാന്മാരായ വിശ്വാസികളെ പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ 192-ാമത്തെ വചനത്തിൽ നമ്മൾ സാധാരണയായി പാരായണം ചെയ്യുന്നത്, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹദാ ബാതിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ. നമ്മൾ ആമുഖത്തിൽ ഓതി വെച്ച ആയത്താണത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്. അവരെന്ത് ചെയ്യും? ആ ബുദ്ധിമാന്മാർ നിന്നും ഇരുന്നും കിടന്നും എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. നിന്നും ഇരുന്നും കിടന്നും എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. എപ്പോഴും എന്ന് പറയുന്നതിന് ഖുർആനിന്റെ ഒരു ഖുർആനിക് ശൈലിയാണത്. എപ്പോഴും അവർ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. എന്നിട്ട് എന്താ അവരുടെ പ്രത്യേകതയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ തഫക്കുർ ചെയ്തുകൊണ്ടിരിക്കും. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്?
ഇത് സത്യനിഷേധികളെ കുറിച്ചല്ല പറയുന്നത്. ഒന്നാന്തരം തൗഹീദിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിശ്വാസത്തിന് യുക്തിയുടെ അടിത്തറ നൽകിയാലാണ്, ബുദ്ധിയുടെ പിൻബലം നൽകിയാലാണ് ജീവിതത്തിൽ സത്യസന്ധതയോടെയും വിശ്വസ്തയോടെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ അതിന് എപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നാട്ടിലെ ആത്മീയാചാര്യന്മാരുടെ തെമ്മാടിത്തരങ്ങളും അതുപോലെ തന്നെ ആത്മീയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമ്പത്തികമായ നെറികേടുകളും കണ്ടിട്ട് ഒരാൾ ദൈവത്തെ നിഷേധിക്കുന്നതിന് ന്യായമില്ല എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം മദ്യവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത്. മദ്യവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മളെ കൂടുതലായിട്ട് ഉപദേശിക്കുന്നവരാരാ? ഇത് കൂടുതലായിട്ട് നമ്മളെ ഉപദേശിക്കുന്നവർ ഡോക്ടർമാരും അധ്യാപകരുമാണ്, ആരോഗ്യ പ്രവർത്തകരുമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഉപദേശിച്ച് നമ്മൾ ജീവിതത്തിൽ മദ്യവും പുകവലിയും ഒക്കെ വേണ്ടെന്ന് വെച്ച ആളുകളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ ഡോക്ടർമാരിരുന്ന് മദ്യപിക്കുന്നത് നമ്മൾ കാണുന്നത്, പുകവലിക്കുന്നത് നമ്മൾ കാണുന്നത്. തന്നെ പഠിപ്പിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പഠിപ്പിച്ച അധ്യാപകർ പുകവലിക്കുന്നത് നമ്മൾ കാണുന്നത്, അധ്യാപകർ മദ്യപിക്കുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ ആ അധ്യാപകർ മദ്യപിക്കുന്നത് കണ്ടിട്ട്, ഡോക്ടർമാർ മദ്യപിക്കുന്നത് കണ്ടിട്ട്, പുകവലിക്കുന്ന ആളുകൾ പുകവലിക്കുന്നത് കണ്ടിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇതോടുകൂടി മദ്യത്തിൻ്റെയും പുകവലിയുടെയും ആരോഗ്യത്തിന് ഹാനികരം എന്ന അവസ്ഥ മാറി എന്ന് നമ്മളെപ്പോഴെങ്കിലും ഒരു തീർപ്പിലെത്തുമോ? നമ്മൾ അങ്ങനെ ഒരു തീർപ്പിലെത്തുമോ? ഡോക്ടർമാർ മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ മദ്യത്തിന് ഹാനികരാവസ്ഥയില്ല എന്ന തീർപ്പിൽ നമ്മൾ എത്തുമോ? ഇല്ല. എന്താ കാരണം? ആ ഡോക്ടറല്ല മദ്യത്തിന് ഹാനികരമാണെന്ന് നമ്മളെ പഠിപ്പിച്ചത്. ആ ഡോക്ടറല്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചത് പ്രവാചകന്മാരല്ല. ദൈവമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചത് മുസ്ലിയാരല്ല, മൗലവിയല്ല, ശാന്തിയല്ല, മേൽശാന്തിയല്ല. ഇവരൊന്നുമല്ല നമ്മളെ ദൈവം ഉണ്ടെന്ന് പഠിപ്പിച്ചത്. ദൈവം ഉണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിൽ അന്തർലീനമായിട്ടുള്ളൊരു ബോധ്യമാണ്. അത് എങ്ങനെയാണെന്നുള്ള കൃത്യതയും വ്യക്തതയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് ചെയ്യാനാണ് പ്രവാചകന്മാർ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കറക്റ്റ് ചെയ്യാനാണ് വന്നത്, ഏതാണ് ശരിയെന്ന് പറയാൻ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും ആരോഗ്യത്തിന് ഇനി മുതൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമല്ല, പുകവലി ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന തീർപ്പിൽ നമ്മൾ എത്തുമോ? തീർപ്പിലെത്തൂല. തീർപ്പിലെത്തിയാൽ എന്താ? അത് യുക്തിഭദ്രമായ ഒരു തീർപ്പിലെത്തലല്ല അത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അഥവാ ഡോക്ടർമാർ വ്യാപകമായി മദ്യപിക്കുകയും മദ്യത്തിന്റെ ലഭ്യത വ്യാപകമായി സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇന്നലെ വരെ മദ്യപിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചവരും മദ്യപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് യുക്തിയുടെ പിൻബലമില്ല, അതിന് ബുദ്ധിയുടെ പിൻബലമില്ല. അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയുടെ പിൻബലമൊന്നും അതിനില്ല. എന്ന് പറഞ്ഞതുപോലെ അഥവാ ഡോക്ടർമാരൊക്കെ മദ്യപിക്കുന്നു, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ ഒരു പിൻബലമോ യുക്തിപരമായ ഒരു പിൻബലമോ അതിനില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ സമൂഹത്തിലെ ആളുകൾ വ്യാപകമായി ഡോക്ടർമാർ മദ്യപിക്കുന്നത്, നമ്മൾ ആദരിക്കുന്ന ഡോക്ടർമാർ മദ്യപിക്കുന്നത് കാണുമ്പോൾ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ മദ്യപിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ കാർമ്മികത്വത്തിൽ തന്നെ മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന ഇന്നലെ വരെ മദ്യപിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആളുകൾ പോലും ഒരു പക്ഷേ മദ്യപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു വസ്തുതയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ബുദ്ധിയുടെ പിൻബലവും യുക്തിയുടെ പിൻബലവും ഇല്ലെങ്കിലും അതൊരു വസ്തുതയാണ്. അതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണത്. ഇത് പക്ഷേ ഇതിൻ്റെ കാര്യത്തിലും ഉണ്ടാകും. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് സാമ്പത്തിക ക്രമക്കേട് നടക്കുമ്പോൾ, ആത്മീയ ആചാര്യന്മാരുമായി ബന്ധപ്പെട്ട് ലൈംഗികമായ ചൂഷണത്തിൻ്റെ കഥകൾ പുറത്തു വരുമ്പോൾ, പാരമ്പര്യമായ വിശ്വാസം പേറി നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് ആ വിശ്വാസത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള, ദൗർബല്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനും ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല, കാരണം ഇതൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ഇവർക്കതിന് ഇതിനകത്തും വിശ്വാസമില്ല എന്ന തോന്നൽ അവരിലുണ്ടാകും. ഇതിനെ പ്രതിരോധിക്കാനുള്ള രണ്ടാമത്തെ, വിശ്വാസികൾ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മൾ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തിലെ ഇടപാടുകളെയും ഇടപഴകലുകളെയും സത്യസന്ധതയോടെയും അതുപോലെ തന്നെ വിശ്വസ്തതയോടെയും നീതിബോധത്തോടെയും ജീവിച്ച്
നേരും നെറിവുമുള്ള ജീവിതത്തിലൂടെ ഒരു ജീവിക്കുന്ന വിശ്വാസികളാകാൻ നമുക്ക് കഴിയണം. ഇത് മാത്രമേ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം, ആദ്യത്തെ മാർഗം ഞാൻ പറഞ്ഞു, വിശ്വാസത്തെ യുക്തിഭദ്രമാക്കുക. രണ്ടാമത്തേത് ജീവിക്കുന്ന കാലത്തോളം. അതാണ് ഖുർആൻ പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, പരമാവധി തഖ്വ പാലിക്കുക. ഈ കാലഘട്ടം വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ജീവിതത്തെ സത്യശുദ്ധമായ നേരും നെറിവോടെയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. മറ്റെന്തെങ്കിലുമൊക്കെ കുറുക്കുവഴികൾ ആരെങ്കിലുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു കുറുക്കുവഴിയുമില്ല. ഇസ്ലാമിൽ ആകെ സ്ട്രൈറ്റ് ഫോർവേഡാണ്, അഥവാ സത്യശുദ്ധമായ ജീവിതം നയിക്കുക. ഖുർആൻ ആവർത്തിച്ച് പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തെ വിശുദ്ധമാക്കുക. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇത് എത്രത്തോളം സാധിക്കും എന്നതാണ് അള്ളാഹുവിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചോദ്യം. പടച്ചാമ്പുരാൻ ഇപ്പോൾ ഇറങ്ങി വന്നിട്ട് നമ്മളോടൊരു ചോദ്യം ചോദിക്കുമെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റുമെന്ന് ആദ്യം ചോദിക്കുള്ളൂ. ഇത് സാധിക്കുമോ എന്നാണ് പടച്ചൻ ചോദിക്കുക. അത് സാധിക്കുമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത്. അത് സാധിക്കുമോ എന്നാണ് നിങ്ങളോടും ചോദിക്കേണ്ടത്. അത് സാധിക്കുമോ എന്നാണ് നമ്മളോട് ചോദിക്കേണ്ടത്. എങ്കിലാണ് ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി സത്യശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുറം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന ആളുകളിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രതിസന്ധിയും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടിയുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ ശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ധൈര്യവും മനസ്സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.